ഹൃദയം കലങ്ങുന്നത് എപ്പോഴാ? പ്രശ്നങ്ങൾ വരുമ്പോഴാ, ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രതികൂലങ്ങൾ വരുമ്പോഴാ, അനർത്ഥങ്ങൾ വരുമ്പോഴാ, ആപത്തുകൾ നേരിടുമ്പോഴാ, വളരെ പ്രാർത്ഥിച്ചിട്ടും കാര്യങ്ങൾ പ്രതികൂലമാകുമ്പോഴാണ് നമുക്ക് പലർക്കും ഹൃദയം കലങ്ങാനുള്ള സാഹചര്യം. അങ്ങനെയാണെങ്കിൽ വേദപുസ്തകത്തിൽ ഏറ്റവും അധികം ഹൃദയം കലങ്ങണ്ട സ്തോത്രം ഒരു സന്ദർഭം അപ്പോസ്തലനായ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കടക്കുമ്പോഴാ. സ്തോത്ര ഹല്ലേലൂയ. നിങ്ങൾ കേട്ടെ, അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് സ്തോത്ര ഹല്ലേലൂയ. അവര് 16:25 അപ്പോസ്തല പ്രവൃത്തി 16:25 അപ്പോസ്തല പ്രവൃത്തി അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്: അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. നിങ്ങൾ കേൾക്കൂ, ഹൃദയം കലങ്ങാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, ഹൃദയം കലങ്ങാതെ ദൈവസന്നിധിയിൽ പാടാൻ തുടങ്ങിയാൽ, ഹൃദയം കലങ്ങാതെ സ്തുതിക്കാൻ തുടങ്ങിയാൽ, അതിനകത്തൊരു ദൈവപ്രവൃത്തി നടക്കും. സ്തോത്രം ഹല്ലേലൂയ. കേൾക്കൂ പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഹൃദയം കലങ്ങിയിട്ടും പാടാം, ഹൃദയം കലങ്ങിക്കൊണ്ടും പ്രാർത്ഥിക്കാം, തെറ്റൊന്നുമല്ല. സ്തോത്രം. ഹൃദയം കലങ്ങിക്കൊണ്ടും സ്തുതിക്കാം. ഉള്ളു കലങ്ങിയിരിക്കുക. ഹൃദയം കലങ്ങലിന്റെ മറ്റൊരു രീതിയാ, വിശ്വാസക്കുറവ് വരും, സംശയം ഉളവാകും. ഇതൊക്കെയാണ് ഹൃദയം കലങ്ങലിന്റെ ലക്ഷണങ്ങൾ. ഒരുത്തന്റെ ഹൃദയം കലങ്ങാൻ എങ്ങനെയാ? വിശ്വസിക്കാൻ പറ്റാതെയാകും, സംശയങ്ങൾ വരും, നമ്മൾ കാര്യങ്ങൾ തിരക്കാൻ തുടങ്ങും. ഇതൊന്ന് ശ്രദ്ധിച്ചു കേട്ടെ. നമ്മളിങ്ങനെ കാര്യങ്ങൾ തിരക്കുക, നമുക്കെതിരെ ആരെങ്കിലും വല്ലതും ചെയ്യുന്നുണ്ടോ, നമ്മളെന്താ രക്ഷപ്പെടാത്ത, ഈ ചിന്ത നമ്മുടെ അകത്ത് ഭരിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോളം നിങ്ങളുടെ ഹൃദയം കലങ്ങിക്കിടക്കുക. കഷ്ടവും നഷ്ടവും ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ സ്തോത്രം എന്തു വന്നാലും എന്റെ ദൈവം സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും എന്ന് വിശ്വസിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഹൃദയം ഉറച്ചിരിക്കുന്നവർക്കേ പറ്റുള്ളൂ. ഹൃദയം കലങ്ങിയവര് ആശങ്കാഭരിതരാണ്. ഇവിടെ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കടക്കുക. ഇവര് രണ്ടുപേരും കൂടെ ജയിലിനകത്ത് കിടക്കുമ്പോൾ തമ്മിൽ പറഞ്ഞെന്നിരിക്കട്ടെ. ശീലാസ് പൗലോസിനോട്, എന്റെ അച്ഛാ സ്തോത്രം, ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും മക്കദോന്യ വെളിയാണെന്നും പറഞ്ഞ് ഇറങ്ങിത്തിരിച്ചിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന്റെ പുറകിലെ കാര്യം എന്താ? ഒരുപാട് പേര് ഞങ്ങൾ ഉപദേശിമാരോട് ചോദിച്ചോട്ട് നടക്കുന്ന ചോദ്യമാണ്, എന്റെ പാസ്റ്ററെ സ്തോത്രം, ഇത്രയും ഭക്തരായി ജീവിച്ചിട്ടും അങ്ങർക്ക് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചത്? അങ്ങനെയാണെങ്കിൽ ആ ചോദ്യം ഏറ്റവും അധികം ചോദിക്കേണ്ടത് ശീലാസ് പൗലോസിനോടല്ലേ? വേദപുസ്തകം നിങ്ങൾ അരിച്ചു പറക്കി നോക്കി, അക്ഷരങ്ങൾ മുഴുവൻ കുലുക്കിയിട്ട് നോക്ക്, അതിനിടയ്ക്ക് അവരങ്ങനെ ചോദിച്ചില്ല. ആ ചോദ്യങ്ങളെല്ലാം ഹൃദയം കലക്കുന്ന സ്ഥിതിയിലേക്ക് കൊണ്ടെത്തിക്കും. ഇവര് സ്തോത്രം അഭിപ്രായം പറഞ്ഞതായിട്ട് അവിടെ കേൾക്കുന്നില്ല, ഇവര് തമ്മിൽ സംസാരിച്ചതായിട്ട് അവിടെ കാണുന്നില്ല, ഇവര് സ്തോത്രം ഇതിന്റെ പരിഹാരം എന്താന്ന് അന്വേഷിച്ചതായി കാണുന്നില്ല. ഇവരാകപ്പാട് ചെയ്ത 3 കാര്യമാണ്. കാര്യങ്ങൾ തിരക്കാൻ നടന്നാൽ നമുക്ക് തെറ്റുപറ്റിയോ, ഒന്നോടെ പ്രാർത്ഥിച്ചു